ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചട്നീൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് ഒരുപാട് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലോഗിൽ. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചട്നീൻ്റെ റെസിപ്പി കൂടിയാണത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. എല്ലാവർക്കും അറിയാവുന്ന ചട്നി തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ചട്നിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി വേണം, ഒരു മീഡിയം സൈസുള്ള തക്കാളി, പിന്നെ ഒരു വലിയ സവോള വേണം, പിന്നെ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിതിലേക്ക് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ മതി, ഒരുപാട് എണ്ണ ഒന്നും വേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ വഴറ്റിയിട്ട് ഒന്ന് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് തന്നെ നമുക്ക് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള വല്ലാണ്ട് ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല, വലിയ പീസാക്കി ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതും ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഒരു ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നോട്ടെ സവോള, അല്ലെങ്കിൽ സവോളയുടെ കുത്തുന്നൊരു ടേസ്റ്റ് വരും. അപ്പോൾ സവോള ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, വല്ലാണ്ട് ഡാർക്കൊന്നും ആക്കിയെടുക്കണ്ട. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് വേണ്ട കേട്ടോ. ഒരു വലിയ സവാളയിലേക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി അത്ര മതി. ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ പുളി കൂടി പോവും. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ചട്നിയിലേക്ക് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് മാത്രം മതിയാവും. വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടൈം എടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതൊന്നും ആവശ്യം വരുന്നില്ല, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞോട്ടെ, അല്ലെങ്കിൽ തക്കാളിയുടെ ആ ഒരു പച്ച ചുവ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നോട്ടെ. നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചട്നി. അപ്പോൾ ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഞാൻ തക്കാളി ഇപ്പോൾ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആ ഒരു തക്കാളിയും ഉള്ളിയും സവോളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് നമ്മളിത് ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചട്നിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. വെള്ളം ഒഴിക്കാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ആ പാൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ പാനൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കുകയാണ്. പിന്നെ സാധാ ചെയ്യുന്ന പോലെ തന്നെ കറിവേപ്പില, ഉണക്കമുളക് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഈ കടുക് പൊട്ടിച്ചത് ഈ ചട്നിയിലേക്ക് ഒഴിക്കാതെ ചട്നി കടുക് പൊട്ടിച്ചതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ അരച്ചെടുത്ത ശേഷം ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ കൂടുതൽ എന്താ പറയുക, ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്നാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഈ കടുക് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. 2-3 ദിവസത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, ഒരുപാട് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചട്നിയാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചട്നി. അപ്പോൾ സാധാ ദോശയില്ലേ, നീർദോശ, അതിൻ്റെ കൂടെ വരെ ഈ ചട്നി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വേറെ കറികളും വേറെ സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാവും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് 2 ദിവസമൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ 2 ദിവസമൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. 2 ദിവസത്തേക്കൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോകുന്നത് ഇഡ്ലിയുടെ കൂടെയാണ്. ഇഡ്ലിയുടെ കൂടെയും അല്ലെങ്കിൽ നമ്മുടെ ഗീ റോസ്റ്റ് അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ വരുന്നൊരു ചട്നിയാണ്. ഞാനിത് മുമ്പേ ബ്ലോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി.
പിന്നെ ഇത് ഒരു കോമൺ ആയിട്ടുള്ള ചട്നീൻ്റെ റെസിപ്പി തന്നെയാണ്. എന്നാലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചട്നി ഞാൻ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഡ്ലിയുടെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറെ കിടിലൻ റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.